എൻ്റെ പേര് ശ്രീലക്ഷ്മി. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഗ്രൂപ്പ് 1 പേപ്പർ നമ്പർ 5 ബിസിനസ് ലൂസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പർ എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം നമുക്കറിയാം. ഇനി ഏകദേശം 30 ദിവസമേ ഉള്ളൂ. 30 ദിവസം നമുക്ക് കണക്കാക്കാം. 30 ദിവസമേ ഉള്ളൂ എക്സാമിനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളൊരു ഐഡിയ തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിന് പോലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ക്ലാസ് വാങ്ങിയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവില്ല എന്നല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ജസ്റ്റ് ശ്രദ്ധിച്ച് ഇരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്കറിയാം ബിസിനസ് ലൂസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആൻഡ് സെക്ഷൻ ഡി. കണ്ടില്ലേ? സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആൻഡ് സെക്ഷൻ ഡി. സെക്ഷൻ എ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ലൂസ് ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ലൂസ് ആണ്. സെക്ഷൻ സി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ലൂസ് ആണ്. സെക്ഷൻ ഡി എന്ന് പറയുന്ന ബിസിനസ് എത്തിക്സ് ആണ്. നമുക്കറിയാം ഈ 4 സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിനകത്ത് വെയിറ്റേജ് ഉണ്ട്. സെക്ഷൻ എക്ക് 30% ആണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം കൊമേഴ്ഷ്യൽ ലോസ് എന്ന് പറയുന്ന സെക്ഷൻ എയിൽ നിന്ന് ഏകദേശം 30 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ സെക്ഷൻ ബി ഇൻഡസ്ട്രിയൽ ലോസിന് 15% ആണ്, ഏകദേശം 15 മാർക്സിനോളം ചോദിക്കും. അതുപോലെ സെക്ഷൻ സി കോർപ്പറേറ്റ് ലോസ് 40% ആണ്, 40 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അതുപോലെ സെക്ഷൻ ഡി ബിസിനസ് എത്തിക്സ് 15% ആണ്, 15 മാർക്സിനോളം വരും. അപ്പോൾ ഈ ഒരു വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ കോർപ്പറേറ്റ് ലോസ് ആണ്. കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റഡി നോട്ടേ ആ ഒരു സെക്ഷൻ സിയിൽ വരുന്നുള്ളൂ. ആ ഒരു സ്റ്റഡി നോട്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റഡി നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ആ സ്റ്റഡി നോട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്സിന് ഉള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. നമുക്ക് എക്സാം പാസ്സാവാൻ 40 മാർക്ക് പോരെ? ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ കമ്പനീസ് ആക്ട് മാത്രം പഠിച്ചിട്ട് പോവാം, 40 മാർക്ക് സ്കോർ ചെയ്യാലോ. പണി കിട്ടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം വേറൊന്നുമല്ല, കമ്പനീസ് ആക്ട് ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ്. അതിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ടോപ്പിക്ക്, ഒരു കുഞ്ഞു ടോപ്പിക്ക് വിട്ടിട്ടുണ്ടാവും, അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഭയങ്കര റിസ്ക് ആണ് നിങ്ങൾ കമ്പനീസ് ആക്ട് മാത്രം പഠിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിക്കുക. അപ്പോൾ മാക്സിമം ടൈം കമ്പനീസ് ആക്ട് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക എന്ന് കരുതി മറ്റുള്ളത് വിടണം എന്നല്ല, മാക്സിമം കമ്പനീസ് ആക്ടിൽ നിന്ന് പഠിക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റാങ്ക് 1 അതിന് കൊടുക്കാം. റാങ്ക് 1 മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടേയില്ല. ഓക്കെ, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി സെക്ഷൻ ഡി ബിസിനസ് എത്തിക്സ്, അതാണ് നെക്സ്റ്റ്. ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒറ്റ സ്റ്റഡി നോട്ടേ ആ സെക്ഷൻ ഡിയുടെ താഴെ വരുന്നുള്ളൂ. അതെന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള സ്റ്റഡി നോട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റഡി നോട്ടാണ്. അതും ഒരു എന്താണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് അതിനകത്ത് വരുന്നത്. എന്താണ് ബിസിനസ് എത്തിക്സ്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും ഈ ഒരു സ്റ്റഡി നോട്ടും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം 15 മാർക്കാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു കുഞ്ഞു സ്റ്റഡി നോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 15 മാർക്കാണെങ്കിൽ എന്തിനു നമ്മൾ സ്കിപ്പ് ചെയ്യണം? ഓക്കെ, അപ്പം കമ്പനീസ് ആക്ട് സ്കിപ്പ് ചെയ്യരുത്, ബിസിനസ് എത്തിക്സും സ്കിപ്പ് ചെയ്യരുത്. ഇനി സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി നോക്കുന്ന സമയത്ത് അതിൽ രണ്ടിലും ഒരുപാട് സ്റ്റഡി നോട്ട് കിടപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ ഒഴിവാക്കാം? എൻ്റെ ഒരു ഇതിൽ ഒന്നും ഒഴിവാക്കണ്ട. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക. ഒഴിവാക്കാൻ ഞാൻ പറയില്ല, ടൈം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് പറഞ്ഞു തരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സ് ഞാൻ പറഞ്ഞ കമ്പനീസ് ആക്ടും ബിസിനസ് എത്തിക്സും മറക്കരുതേ, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത്, നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്.
അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സ്കിപ്പ് ചെയ്യരുത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനകത്തുനിന്ന് പലപ്പോഴും കേസ് സ്റ്റഡി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, ഏകദേശം ഐഡിയ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2016 സിലബസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം, വലിയ ചേഞ്ച് ഒന്നും ആ ഒരു ചാപ്റ്റേഴ്സിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ, അത് സ്കിപ്പ് ചെയ്യേണ്ട. നമ്മുടെ 2022 സിലബസിൽ പുതിയതായിട്ട് വന്ന ടോപ്പിക്കാണ്. അത്രത്തോളം സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. കാര്യം നമ്മൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ലോ എന്താണ്, ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടോപ്പിക്സ് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ പഠിച്ച് കേട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ തന്നെ അവർക്ക് പ്രോപ്പർ ഐഡിയ കിട്ടും, സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇനി ഇത് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ പറ്റുവാണെങ്കിൽ പഠിക്കുക. ഇനി ഒട്ടും ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഈ LLPന്നും പാർട്ട്ണർഷിപ്പിന്നും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പാർട്ട്ണർഷിപ്പൊക്കെ സത്യം പറഞ്ഞാൽ സിമ്പിളാണ്. പാർട്ട്ണർഷിപ്പൊക്കെ നമുക്ക് പ്ലസ് ടുവിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് പഠിക്കാനുണ്ടായിരുന്നു, അല്ലെ, അക്കൗണ്ടൻസിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സാണ്. ഇനി ഇൻഡസ്ട്രിയൽ ലോസിനകത്ത് ഏതാണ് ഇമ്പോർട്ടൻറ്റ്? ഫാക്ടറീസ് ആക്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഗ്രാറ്റുവിറ്റി ആക്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ 2022 പുതിയതായിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കാണ് കോഡ് ഓൺ വേജസ്, അതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കോഡ് ഓൺ വേജസ് പുതിയതാണോ എന്ന് ചോദിച്ചാൽ പുതിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നേരത്തെ 2016 സിലബസിൽ കുറച്ച് ആക്ടുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല, നിങ്ങളത് വിട്ടേക്ക്. കോഡ് ഓൺ വേജസും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മറ്റു രണ്ടെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം കിട്ടുകയാണെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ റാങ്ക് കൊടുത്തത് കമ്പനീസ് ആക്ടിനാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കമ്പനീസ് ആക്ട് ആണ്. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എത്തിക്സ് ആണ്. ആൻഡ് മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഓക്കെ, ഈ 3 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50% നിങ്ങൾ പ്രോപ്പറായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്റർ കൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു സമാധാനിക്കാനുള്ളത് കിട്ടും, നിങ്ങൾക്ക് പാസ്സാവാനുള്ളത് ഇത് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 4ാമത് പഠിക്കുക, 5ാമത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, 6ാമത് ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞ് നിങ്ങൾ ഫാക്ടറീസ് ആക്ട് ആൻഡ് ഗ്രാറ്റുവിറ്റി ആക്ട് 7 and 8. ഓക്കെ, ഈ ഒരു ഓർഡറിൽ പഠിച്ച് പോയാൽ മതി. ഞാൻ ഈ നമ്പർ ഇട്ടതിൻ്റെ ഓർഡറിൽ പഠിച്ച് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ചാപ്റ്ററിനകത്തും ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തെ 3 റാങ്കുകൾ കൊടുത്ത സംഭവങ്ങളിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കമ്പനീസ് ആക്ടിൻ്റെ കാര്യമല്ലേ, അത് തന്നെ ആദ്യം നോക്കാം. കമ്പനീസ് ആക്ട് സെക്ഷൻ C, കോർപ്പറേറ്റ് ലോസ്, കമ്പനീസ് ആക്ട്. ഈ ഒരു കമ്പനീസ് ആക്ട് എങ്ങനെ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുമ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു കമ്പനീസ് ആക്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡേ, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക്, ബാലൻസ് എന്ന് പറയുന്നത് ബാക്കി ടോപ്പിക്സ്. ഓക്കെ, പോരെ. ഒന്നെന്ന് പറയുന്നത് ഡിറക്ടേഴ്സിൻ്റെ ടോപ്പിക്കാണ്. ഡിറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് കമ്പനീസ് ആക്ട് 2013. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക. അത് പഠിക്കാൻ നിങ്ങൾ എക്സാമിനേ പോകരുത്, അതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ടോപ്പിക്സ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ 2016 സിലബസിനെ ബേസ് ചെയ്താണ് ചെയ്തിട്ടുള്ളതെന്നേ ഉള്ളൂ. ആ ഒരു ടോപ്പിക്സിനൊന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല. നിങ്ങളത് മനസ്സിലാക്കുക, അത് പ്രോപ്പറായിട്ട് കണ്ട് നോക്കുക.
ഓക്കെ, ഇനി അല്ല ചേഞ്ച് ഇല്ലേന്ന് ചോദിച്ചാൽ ചേഞ്ച് ഉണ്ട്. ചില ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ചിലതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. താഴെ തന്നെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് വാങ്ങിയ സ്റ്റുഡൻസിന് അറിയാം നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞാണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ പറ്റൂ, അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് കമ്പനീസ് ആക്ടിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുകയാണെങ്കിൽ, കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് ഫസ്റ്റ് റാങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഡയറക്ടേഴ്സിൻ്റെ ടോപ്പിക്കിന് കൊടുക്കേണ്ടി വരും. ഇതിൽ ഓരോ ടോപ്പിക്കും റോള്, റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെൻറ്റ്, റിട്ടയർമെൻറ്റ്, റെസിഗ്നേഷൻ, റിമൂവൽ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും ഒന്നിനൊന്നിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ബാക്കി ടോപ്പിക്സ്, കമ്പനിയുടെ ടൈപ്സ്, പ്രൊമോഷൻ, ഫോർമേഷൻ, അതുപോലെ പുതിയ കുറച്ച് ടോപ്പിക്സ് വന്നിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ്, കീ മാനേജറൽ പേഴ്സൺ, അതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് റാങ്ക് കൊടുത്ത ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് ആ ഒരു സ്റ്റഡി നോട്ടിൻ്റെ പേര്. സ്റ്റഡി നോട്ടില്ല, മൊഡ്യൂൾ എന്നാണ് ഇപ്പോൾ പറയുക. സ്റ്റഡി നോട്ട് നമ്മുടെ 2016 സിലബസിൽ സ്റ്റഡി നോട്ട് എന്ന് പറഞ്ഞ് ശീലിച്ചാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, പഠിക്കാനുള്ളത് തന്നെയല്ലേ. ഓക്കെ, ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസിനകത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കില്ലേ, അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്ന് വെച്ചാൽ മറ്റത് പഠിക്കരുതെന്നല്ല, ഈ ഒരു സ്റ്റഡി നോട്ട് കംപ്ലീറ്റ് പഠിക്കണം. ആദ്യം ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ഈ ഒരു സ്റ്റഡി നോട്ടിനകത്ത് തന്നെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിനകത്ത് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, അതുകൊണ്ട് നിങ്ങളത് പഠിക്കുക. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ എത്തിക്സ് എന്താണ്, ഇമ്പോർട്ടൻസ് ഒക്കെ പറയാം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ്. സെൽഫ്ലെസ്നെസ്, ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓപ്പൺനെസ്, ഓണസ്റ്റി ആൻഡ് ലീഡർഷിപ്പ്. സത്യം പറഞ്ഞാൽ ഇത്രയും പോയിന്റേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് എങ്ങനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം ഓർത്ത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചോളുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ട്സ്, പിന്നെ ഇന്റേണൽ കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിക്കുക, പിന്നെ 7 പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ലൈഫ് പഠിക്കുക. ബാക്കിയെല്ലാം പഠിക്കണം, എത്തിക്സും ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. മെയിനായിട്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനീസ് ആക്ടിനെ കുറിച്ചല്ലേ കോൺട്രാക്ട് ആക്ട് അല്ലേ നമ്മൾ പറഞ്ഞത്, കൊമേഴ്ഷ്യൽ ലോസിനകത്തുള്ള മൊഡ്യൂൾ 2 ആയ കോൺട്രാക്ട് ആക്ട്. കോൺട്രാക്ട് ആക്ടിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ ടോപ്പിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് റിവൈസ് ചെയ്തിട്ടേ പോവുള്ളൂ. സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, ലോസ് ഓഫ് ഏജൻസി, ഈ പറഞ്ഞ ടോപ്പിക്സ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ വോയിഡ് ആൻഡ് വോയിഡബിൾ എഗ്രിമെന്റ്സ്, പിന്നെന്താണ് ഈ കോൺട്രാക്ട്സ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ് ടു എൻഫോഴ്സ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണേ. അതുപോലെ എന്താ പറയാൻ പറ്റുക, ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എടുത്തെടുത്ത് പറയാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഈ ടോപ്പിക്സ് ഒക്കെ ഉറപ്പായിട്ടും എഫേർട്ട് ഇട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞേ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓപ്ഷൻ സെയിൽസ് നോക്കുക, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഇപ്പം തന്നെ എല്ലാം ആയി. എന്നാലും കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ, ഓപ്ഷൻ സെയിൽസ്, അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞത്
നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ ക്രൂസിങ്, എൻഡോഴ്സ്മെന്റ്, മെറ്റീരിയൽ ഓൾട്ടറേഷൻ, അക്സെപ്റ്റൻസ്, അസൈൻമെന്റ്, നെഗോഷിയേഷൻ, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ടീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരെണ്ണത്തിനെ മാറ്റി നിർത്താൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഏതെന്ന് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ ആണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ആൻഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ്, ലെജിസ്ലേറ്റീവ് പ്രോസസ് ഇൻ ഇന്ത്യ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. കാര്യം അത്രത്തോളം സിമ്പിളാണ് അത് പഠിക്കാനായിട്ട്. ഒരു കുഞ്ഞു ആക്റ്റുകളാണ്. ഫാക്ടറീസ് ആക്ട് ആയാലും ഗ്രാറ്റുവിറ്റി ആക്ട് ആയാലും ഒക്കെ പഠിക്കാൻ ഒരുപാടൊന്നുമില്ല. നമ്മുടെ ക്ലാസ് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഫാക്ടറീസ് ആക്റ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ജസ്റ്റ് കേട്ടിരുന്ന് നിങ്ങളൊന്ന് ഒരു ഷോർട്ട് നോട്ട് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം എക്സാമിൻ്റെ തലേന്ന് റിവൈസ് ചെയ്താലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ ഒരു ഫാക്ടറീസ് ആക്റ്റും ഗ്രാറ്റുവിറ്റി ആക്റ്റും ഒക്കെ, അല്ലേ? ഓക്കെ, അതുമല്ല നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മുടെ നോട്ട്സ് തന്നെ ഉണ്ടല്ലോ. ആ നോട്ട്സിൽ തന്നെ എല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ കോഡ് ഓൺ വേജസ് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ലോസിൽ ഈ ഒരു ആക്റ്റുകളൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്താൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമുക്ക് മനസ്സിലായി, ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ടോപ്പിക് ഇമ്പോർട്ടൻ്റ്, അതെല്ലാം ഞങ്ങൾക്ക് അറിയാം, സമ്മതിച്ച്. പക്ഷെ ഇത് പഠിക്കണമല്ലോ, പഠിച്ച് തുടങ്ങിയിട്ടില്ല. മറ്റുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ലോയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലോ തിയറിയാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ലോ നമുക്ക് ശരിക്കും തിയറിയിൽ നിന്ന് ഉള്ളൊരു കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റില്ല. നമുക്ക് പ്രാക്ടിക്കലി ഒത്തിരി കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ശരിക്കും ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പ്രാക്ടിക്കലി നമുക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഞാൻ നിങ്ങളെ അങ്ങനെയല്ലേ പഠിപ്പിച്ചു തരാറുള്ളത്, അല്ലേ? എല്ലാം പ്രാക്ടിക്കലി പറഞ്ഞു തന്നിട്ടല്ലേ ഞാൻ നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എത്ര ടൈം കൊണ്ട് നിങ്ങൾക്ക് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ സഹിതമാണ്. നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ 33 ലെക്ചേഴ്സ് കൊണ്ടാണ് നമ്മൾ ലോ ആൻഡ് എത്തിക്സ്, ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 33 ലെക്ചർ. നിങ്ങൾക്കിനി ഓൾമോസ്റ്റ് 30 ദിവസം ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 30 ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ദിവസത്തിനെ കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ആദ്യം ചിന്തിക്കേണ്ടത് ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ ആദ്യം വരുത്തിയെടുക്കുക. എന്നാലേ നടക്കത്തുള്ളൂ. എനിക്കിത് പറ്റില്ല, അയ്യോ ഇതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ പറ്റില്ല. നമുക്കറിയാം എന്തായാലും എല്ലാ പേപ്പറുകളുടെയും സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. എല്ലാം പഠിച്ചിട്ട് എന്തായാലും നമുക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഉള്ള ടോപ്പിക്സ് എഫക്റ്റീവായിട്ട് പഠിച്ചിട്ട് എന്നെക്കൊണ്ട് ഞാൻ എൻ്റെ 100% കൊടുക്കും. ഇത്രയും ടൈം കൊണ്ട് ഞാൻ എൻ്റെ 100% കൊടുക്കും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, എക്സാം എഴുതാൻ പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനീസ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം ഒരു 17 hours കൊണ്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 ലെക്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും. 8 ലെക്ചേഴ്സ് എടുത്തിട്ടുള്ളൂ. കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് 40 മാർക്ക് കിട്ടുന്ന, ഇത് കൂടുതൽ നമ്മൾ ക്ലാസ് വാങ്ങിയവർ ശ്രദ്ധിക്കുക. ക്ലാസ് വാങ്ങിയത് മാത്രമല്ല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ എത്ര നേരം കൊണ്ട് ഇത് പഠിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 8 ലെക്ചേഴ്സ് 40 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് 8 ലെക്ചേഴ്സ് കണ്ടാൽ മതി. 8 ലെക്ചേഴ്സ് കണ്ടാൽ 40 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ ഏകദേശം 17 hours ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഒരു ആവറേജ് 2 hours ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ 17 hours നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 40 മാർക്ക് ഉറപ്പിച്ചൂടെ? അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ദിവസം മൊത്തത്തിൽ ഈ തിയറി സബ്ജക്റ്റ് കൊണ്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, മോർണിംഗിൽ എണീക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നിങ്ങൾ പോയി ഫ്രഷായി
എന്ത് ചെയ്യുക, പഠിക്കാൻ ഇരിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ഇരിക്കുന്ന ടൈം തൊട്ട് ഒരു 3 to 3.5 hours നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പോട്ടെ 3 hours മതി, ചിലർക്ക് ഒരുപാട് ഇരിക്കാൻ പറ്റില്ല, 3 hours മതി. 3 hours നിങ്ങൾ തിയറി പഠിക്കാം, ലോ പഠിക്കാം. അതും എങ്ങനെ പഠിക്കണമെന്നറിയോ, ടൈം ഫിക്സ് ചെയ്ത് പഠിക്കുക. ഒരു ടോപ്പിക് എടുത്ത് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിലും മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അലാം സെറ്റ് ചെയ്യുക, ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 20 minutes. ആ ഒരു ടോപ്പിക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് ഈ ഒരു 15 minutes അല്ലെങ്കിൽ 20 minutes കൊണ്ട് ഞാൻ ഇത്രയും ടോപ്പിക്ക് പഠിച്ച് കഴിയും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് അലാം സെറ്റ് ചെയ്ത് ഫോൺ മാറ്റി വയ്ക്കുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും, ഒരു ഇൻട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ വരും. ഇത്രയും ടൈം കൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഇത് പഠിച്ചു തീർക്കും എന്ന് ആ ഒരു സ്പീഡൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ ആ ഒരു സ്പീഡ് വരും. മനസ്സിലായില്ലേ, ഇപ്പം അലാം അടിക്കുമല്ലോ, അപ്പം പെട്ടെന്ന് ഇത് പഠിച്ച് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാം. അപ്പോൾ കമ്പനീസ് ആക്ട് പഠിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ദിവസം എടുക്കാം. ഓക്കെ, 3-4 ദിവസം എടുക്കാം. 30 ദിവസം ഉണ്ട്, നമുക്ക് 30 ദിവസത്തിൽ കൂടുതലുണ്ട്, 30 ദിവസം ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. നിങ്ങൾക്കൊരു 3-4 ദിവസം കൊണ്ട് ഈ ഒരു കമ്പനീസ് ആക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്ലാസ് വാങ്ങിയവർക്കാണെങ്കിൽ 8 lectures ഉണ്ട്, നിങ്ങളതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. 3-4 ദിവസം 2 lectures വെച്ചിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി പോയിക്കോളും. മറ്റുള്ളവരാണെങ്കിൽ ഒരു 3-4 ദിവസം ഫിക്സ് ചെയ്തിട്ട് ഇത്ര ടോപ്പിക്ക് ഞാൻ ഇന്ന് കവർ ചെയ്തിരിക്കും, 4 ദിവസമായിട്ട് ആ ടോപ്പിക്സുകൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ മോർണിംഗിൽ എണീറ്റ് 3 hours നിങ്ങൾക്ക് പറ്റുന്നത്ര ഇരിക്കുക. ഇതുപോലെ അലാമൊക്കെ സെറ്റ് ചെയ്ത് അത് റെഡിയാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിന് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് എത്രയാ പറയുക, 2 videos ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 videos ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 videos കൊണ്ട് നമുക്ക് 15 marks ആണ് കിട്ടുന്നത്. സ്കിപ്പ് ചെയ്യരുതേ, വീഡിയോസ് കാണാണ്ടിരിക്കരുത്. 2 videos ഉള്ളൂ. ഒരു വീഡിയോയ്ക്ക് 2 hours വെച്ചിട്ട് 4 hours ആണ് ആവറേജ് നമുക്ക് വരുന്നത് ഈ ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതും എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, റിവൈസ് ചെയ്തല്ലേ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നമ്മുടെ നോട്ട്സും വെച്ച് കഴിഞ്ഞാൽ മതി. വീഡിയോ കാണുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കുക, ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കവറായി എന്നാണ് അർത്ഥം. ഇനി മറ്റുള്ളവർ 4 hours കാര്യം ഞാൻ പറഞ്ഞില്ലേ, 4 hours എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ ബിസിനസ് എത്തിക്സ് കംപ്ലീറ്റ് ചെയ്യാം. കമ്പനീസ് ആക്ട് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ് എത്തിക്സ് ഞാൻ ഈ പറഞ്ഞ പോലെ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു മോർണിംഗ് 3 hours തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങും കൂടി ഇരുന്നിട്ട് ജസ്റ്റ് 1 hour കൊണ്ടൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ഒരു 4 hours ആവുമല്ലോ. ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ബിസിനസ് എത്തിക്സ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ജസ്റ്റ് 4 hours കൊണ്ട് നമുക്ക് കിട്ടുന്നത് 15 marks ആണ്, മറക്കരുത്. അതുപോലെ നമ്മുടെ കോൺട്രാക്ട് ആക്ടിൻ്റെ ആക്റ്റും ഞാൻ പറഞ്ഞ പോലെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് 7 videos ആണ്. ഏകദേശം 14 hours എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സബ് ഡിവിഷൻ നമ്മൾ നോക്കിയായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നല്ല, നമ്മൾ നോക്കിയിട്ടില്ല. സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, ചെറുതായിട്ട് പനിയായിട്ടിരിക്കുകയാണ്, അപ്പോൾ സൗണ്ടിന് ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, സബ് ഡിവിഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കോൺട്രാക്ട് ആക്ടിന് മാത്രം അവർ ചോദിക്കുന്നത് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 10 marks സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാലും 3 ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. നമുക്ക് ക്ലാസ് വാങ്ങിയിട്ടുള്ളവർക്കാണെങ്കിൽ 7 lectures ആണ് ഉള്ളത്. ആ 7 lectures നിങ്ങൾ 2 ദിവസമായിട്ട്, മാക്സിമം 2 ദിവസം മതി. അല്ലെങ്കിൽ പോട്ടെ, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 7 lectures കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 14 hours എന്നല്ലേ ഞാൻ പറഞ്ഞത്, 14 hours. ഓക്കെ, മറ്റുള്ളവരാണെങ്കിലും ഈ പറഞ്ഞ പോലെ 2 or 3 days കൊണ്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ 2-3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടോപ്പിക്സ് 2-3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മോർണിംഗിൽ
മോർണിംഗിലും ഈവനിങ്ങിലും കൊണ്ട് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഉച്ചയ്ക്ക് ഇത് പഠിക്കാനിരിക്കരുത്. ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ അല്ല, ഉറപ്പായിട്ട് ഉറക്കം വരും. അപ്പോൾ മോർണിംഗിൽ മാക്സിമം നേരത്തെ പഠിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ ആ 3 hours കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാമല്ലോ. ഒരു ദിവസം മൊത്തം ഈ ലോയും കൊണ്ടിരിക്കരുത്. ഓക്കെ, ഒരു ദിവസം 2 സബ്ജക്റ്റോ 3 സബ്ജക്റ്റോ ഒക്കെ പഠിക്കുക, മാറി മാറി പഠിക്കാം. തിയറിയും പ്രോബ്ലം പേപ്പറും കൂടി മിക്സ് ചെയ്തൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അത്രയേ ഉള്ളൂ. ഇനി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 2 വീഡിയോസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 hours വരും. 2 വീഡിയോസ് ആകുമ്പോൾ 4 hours വരും. ആ 4 hours കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഒരു ദിവസം മതി. ഒരു ദിവസം കൊണ്ട് തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കംപ്ലീറ്റ് ചെയ്യാം. മോർണിംഗ് ഈവനിങ് ഇരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് കംപ്ലീറ്റ് ആവും. ക്ലാസ് വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും. വാങ്ങിയവർക്കാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടാൽ മതി. നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് കണ്ടു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മണിക്കൂറൊന്നും എടുക്കില്ല. 3 മണിക്കൂർ എടുക്കുമായിരിക്കും. പ്രോപ്പറായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ 2 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിന് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് 1 day ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പഠിക്കാം. സത്യം പറഞ്ഞാൽ ഓരോ ദിവസമേ പോകുന്നുള്ളൂ. നമ്മൾ എത്രയാണ് പറഞ്ഞത്? കമ്പനീസ് ആക്ടിന് ഒരു 3 to 4 days പറഞ്ഞു അല്ലേ? അതുപോലെ കോൺട്രാക്ട് ആക്ടിനും അതുപോലെ 3 to 4 days പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് 1 day പറഞ്ഞു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിന് 1 day പറഞ്ഞു. ബിസിനസ് എത്തിക്സിന് 1 day പറഞ്ഞു അല്ലേ? 1 day പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇതിനും ഒറ്റ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കി ജസ്റ്റ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വന്തമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെ അതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതും 1 day കൊണ്ട് തീർക്കുക. പറ്റുമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ 1 day കാറ്റഗറിയിൽ പറഞ്ഞ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും പിന്നെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സും ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഉൾപ്പെടുത്താം. മോർണിംഗിൽ ഒരു സ്റ്റഡി നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈവനിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്റ്റഡി നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. കാര്യം ഒറ്റ വീഡിയോ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് ഉറപ്പായിട്ടും അര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ദിവസം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ മോർണിംഗ് സെക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് സെക്ഷൻ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം പഠിക്കാൻ ഇരിക്കുന്ന ആ 1 മണിക്കൂർ 2 മണിക്കൂർ ടൈം, അതിനെയാണ് ഞാൻ ഈ ഡേ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഡേ മൊത്തം ഇരുന്ന് തിയറി പഠിച്ച് കളയരുത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെയുള്ളത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റും LLPയും. പാർട്ട്ണർഷിപ്പിന് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ LLPക്കും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ അത് പഠിക്കാം. പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഗുണം ഉണ്ടാവത്തേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, ഫാക്ടറീസ് ആക്ടിന് 1 വീഡിയോ ഉള്ളൂ. ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ട. ആ ഒരു 3 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 മണിക്കൂർ എടുക്കില്ല. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 hours ഉള്ളൂ. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു 10 മിനിറ്റോ ഒക്കെ ജസ്റ്റ് എക്സ്ട്രാ ഉണ്ടാവും, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിലും സെയിം 1 വീഡിയോ ഉള്ളൂ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഫാക്ടറീസ് ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ കോഡ് ഓൺ വേജസിനും ഒറ്റ വീഡിയോ ഉള്ളൂ. ഒറ്റ വീഡിയോയിൽ തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒറ്റ വീഡിയോ എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 2 ഒറ്റ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഒരു ദിവസം തന്നെ ആ 2 ചാപ്റ്ററും തീർക്കാം. ഓക്കെ, പറയുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം, എത്ര ടൈം ഓരോ ടോപ്പിക്കിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ടൈമിനപ്പുറം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാര്യം ബാക്കി സബ്ജക്ട്സ് കൂടെ നമുക്ക് പഠിക്കണം. ലോ മാത്രം പഠിച്ചാൽ പോരല്ലോ, എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ മോർണിംഗ് സെക്ഷൻ തിയറിക്ക് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. മോർണിംഗ് സെക്ഷൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഈവനിങ്ങിൽ 1 hour 1.5 hour ഒക്കെ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും,
ആ ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. നമ്മളാകെ മൊത്തത്തിൽ 33 ലെക്ചേഴ്സ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാര്യം പെട്ടെന്ന് കണ്ടു പോകാം, നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവും. പിന്നെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്, അപ്പം നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവും. പിന്നെ നോട്ട്സ് കിട്ടും നിങ്ങൾക്ക്. ആ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് പോയാൽ മതി. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് റിവിഷൻ. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ സബ്ജക്റ്റും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും എക്സാം പ്രോപ്പറായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.